നമുക്ക് ഒരു കാര്യം പറയാൻ പല രീതികൾ അവലംബിക്കാം. നവതി എന്നത് ഒരു അതിർത്തിയാണ്. ഒരു മനുഷ്യന്റെ ആയുസ്സിൽ 90 വയസ്സെന്ന് പറഞ്ഞ ഒരു അതിർത്തിയാണ്. ആ അതിർത്തി കടന്നാൽ ചിലർ വളരെയധികം പ്രബുദ്ധരാവുകയും ചിലർ അപഹാസ്യരാവുകയും ചെയ്യും. ഈ അപഹാസ്യരാവുന്നവരെ നമ്മൾ അത്തും പുത്തും എന്നൊക്കെയാണ് നാട്ടിൽ പറയാം. അതേ സമയത്ത് ചിലര് അവരുടെ പ്രജ്ഞാബലത്തെ വളരെ ശക്തമായി ഇനി എന്താണ് എനിക്ക് പേടിക്കാനുള്ളത്, ഇനി ശാരീരികമായി ആക്രമിച്ചാൽ പേടിക്കാനില്ല, പൂച്ചട്ടി കൊണ്ട് അടിക്കുമെന്ന് പേടിക്കാനില്ല, ഹെൽമെറ്റ് കൊണ്ട് അടിക്കുന്നു പേടിക്കാനില്ല, ഇനി എനിക്ക് ജയിൽവാസം പേടിയില്ല, അങ്ങനെ പേടിയില്ലാത്തൊരു നിർഭയാവസ്ഥയിലേക്ക് 90 കഴിയുന്ന ചിലരെങ്കിലും എത്തിപ്പെടാറുണ്ട്. കേരളത്തിൽ അത്യപൂർവമാണ് അതെങ്കിലും. അപ്പൊ ഇവിടെ ഞാൻ എറിഞ്ഞത് മാങ്ങയ്ക്കാണ്, മാവിനിട്ടാണ്, കോരന്റെ തലയിൽ അത് കൊണ്ടതിന് ഞാൻ ഉത്തരവാദിയല്ല എന്നൊരാൾ പറയുകയാണ്. ഒരാൾ എറിഞ്ഞത് മാവിനാണ്, മാങ്ങയ്ക്കാണ് ഞാൻ, കോരനെതിരെ നടന്നു പോകുന്നത് ഞാൻ കണ്ടില്ല, കോരന്റെ തലയിൽ അത് കൊണ്ടു എന്നതുപോലെ നമുക്ക് കോരനോടുള്ള ദേഷ്യം തീർക്കാൻ മാവിനെ വിരൽ ചൂണ്ടിക്കൊണ്ട് കോരന്റെ തലക്കെട്ട് എറിയാം. ഇങ്ങനെ ഒരു വളരെ രസകരമായ സാഹിത്യ ശൈലിയാണ് ഇന്നലെ MT വാസുദേവൻ നായർ, ആദ്യമായിട്ടല്ലെങ്കിലും ഇത് മറ്റു പലയിടത്തും ഇതുപോലെയുള്ള പരിഹാസ രൂപേണ ചിലരെ കുറിച്ച് വിദൂഷകരും മറ്റും പണ്ട് പറയാറുണ്ട്. അല്ലെങ്കിൽ ചാക്യാർ കൂത്തിൽ ചാക്യാർക്ക് ഒരു അവകാശമുണ്ട്, ചിലരെ ചൂണ്ടിക്കാണിച്ചിട്ട് അവരുടെ ശരിയായ ദേഷ്യം സാഹസ്യ രൂപേണ അവതരിപ്പിക്കാം. ഇന്നലെ MT ചെയ്തത് പിണറായി വിജയനെതിരെ തന്നെയാണെന്ന് വിശ്വസിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കാരണം പിണറായി വിജയൻ ഇരിക്കുന്ന ഒരു സദസ്സിൽ ഇന്ന് കേരളത്തിൽ ആരും പറയാൻ ധൈര്യപ്പെടാത്ത, അല്ലെങ്കിൽ ഒരു സാഹിത്യകാരനും പറയാൻ ധൈര്യപ്പെടാത്ത കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ലിറ്റററി ഫെസ്റ്റിൽ എന്തായിരുന്നു ഇതിന്റെ ഒരു ആവശ്യം എന്നാണ് ആദ്യം MT പറയേണ്ടത്. MT പിടിച്ചു നിർത്തി നിങ്ങളിത് പറയൂന്ന് പറയാൻ മാത്രം സ്വാതന്ത്ര്യമുള്ളവരല്ല നമ്മൾ. പക്ഷേ എനിക്കറിയാമായിരുന്നു, ഇന്നലെ നമ്മളിത് കേട്ടപ്പോൾ തന്നെ അറിയാമായിരുന്നു, ദേശാഭിമാനിയുടെ ആളുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷ ആളുകൾ അദ്ദേഹത്തെ സൗമ്യമായി വിരട്ടും എന്ന് എനിക്കറിയാമായിരുന്നു. ആ വിരട്ടലിന്റെ ഫലമായിട്ട് അദ്ദേഹം വേണ്ട ഇനിയിപ്പോ വെറുതെ നമ്മൾ ഒരു മരണാനന്തര പ്രശ്നം ഉണ്ടാക്കി വെക്കണ്ട എന്ന് കരുതി അദ്ദേഹം സൗമ്യനായത് മാത്രമാണ്. ഇതിനൊരു കാരണം പറഞ്ഞാൽ, ജോർജ് ഓർവെൽ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായ സാഹിത്യകാരൻ, 1984 ഒക്കെ എഴുതിയ സാഹിത്യകാരൻ, പൊളിറ്റിക്സ് ആൻഡ് ദി ഡിക്ലൈൻ ഓഫ് ലാംഗ്വേജ്, പൊളിറ്റിക്സ് ആൻഡ് ദ ലാംഗ്വേജ് ഇഫക്ട് ഓൺ ഹിസ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒരു എസ്സേ എഴുതിയിട്ടുണ്ട്, ഒരു ലേഖനം. രാഷ്ട്രീയവും സാഹിത്യവും തമ്മിലുള്ള ബന്ധം. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, രാഷ്ട്രീയം ദുഷിച്ചതാവുമ്പോൾ, അധികാരം ദുഷിക്കുമ്പോൾ സാഹിത്യവും എഴുത്തും എല്ലാം ദുഷിക്കും. അത് സ്വാഭാവികമാണ്, അതിനൊരു കണക്ഷൻ ഉണ്ടെന്നാണ്, കലയുമെല്ലാം. അപ്പൊ നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ ചില വലിയ സാഹിത്യകാരന്മാർ, പേര് ഇതുവരെ അറിഞ്ഞിട്ടില്ല, ഈ പ്രാവശ്യമാണ് ഞാൻ കേട്ടവരെ പറ്റി, പിണറായി വിജയൻ സൂര്യനാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് കുറെ ഒരു റാപ്പ് ഡാൻസ് ഒക്കെ വെച്ച്, അതായത് ഈ വേതാള നൃത്തം, അത് വേതാള നൃത്തമാണ്, അത് പോപ്പോ റാപ്പോ ഒന്നുമല്ല, അതൊരു വേതാള നൃത്തമാണ്. പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് വൈതാളികർ വേതാള നൃത്തവും അതിനനുസരിച്ചുള്ള സാഹിത്യം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പൊ പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് വരുന്ന സാഹിത്യ സൃഷ്ടി നോക്കിയാൽ അറിയാം. മുമ്പ് ഒരു തിരുവാതിരക്കളിയുടെ പാട്ട് ഓർമ്മയില്ലേ, കാരണബോധനെ പറ്റിയിട്ടുള്ളത്. അങ്ങനെ അനേകം വൃത്തികെട്ട, സാഹിത്യത്തിന്റെ തറവാട്ടിൽ കയറ്റാൻ കൊള്ളാത്ത, എന്തിന് പിന്നാമ്പുറത്ത് പോലും ഇരുത്താൻ കൊള്ളാത്ത വൃത്തികെട്ട വ്യക്തിസ്തുതികളും ദുഷിച്ച് നാറുന്ന അപദാനങ്ങളും പാടി നടക്കുന്ന ചില പുതിയ നവയുഗ പാണന്മാര് ഇറങ്ങിയിട്ടുണ്ട്. ജാതിയല്ല കേട്ടോ പറയുന്നത്, നവയുഗ പാണന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അവര് പിണറായി വിജയനെ സ്തുതിച്ചിട്ട് ചില അവാർഡുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. പിണറായി വിജയൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നവതി കഴിഞ്ഞ MT വാസുദേവൻ അവർക്ക് നല്ല ഒരു ശക്തി വന്നു ചേർന്നു. എന്താണ് പ്രജ്ഞാനാമ ബലം എന്ന് കഥാസരി സാഗരത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രജ്ഞാനാമ ബലം, ഇന്റലക്ട് ഇസ് ദ റിയൽ സ്ട്രെങ്ത് എന്നാണ്. അതായത് ഒരാളുടെ മേധാശക്തിയാണ് ശരിയായ ബലം. നോളജ് ഇസ് പവർ എന്ന് പറഞ്ഞത്. ആ പവർ ഇവർ പുറത്തെടുത്തത് ഇനിയൊന്നും ഭയക്കാനില്ല എന്ന കാലത്താണ് ഇദ്ദേഹം പുറത്തെടുത്തിരിക്കുന്നത്. അതിൽ രസകരമായ ഒരു കമ്പാരിസൺ MT വാസുദേവൻ നടത്തുന്നുണ്ട്. അതായത് ഈ EMSന്റെ കാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല. EMS കുറെ കൂടെ നല്ലയാളായിരുന്നു, അല്ലെങ്കിൽ EMS കുറെ കൂടെ വ്യക്തിയാരാധനയ്ക്ക് അപ്പുറത്തു നിന്ന് മനുഷ്യന് നല്ലത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു. ഇതിന്റെ അർത്ഥം EMS വളരെ നല്ല ആളായിരുന്നു എന്നല്ല, മറിച്ച് ഈ കൗരവരുടെ കൂട്ടത്തിൽ ഇവൻ നല്ലു എന്ന് പറയുന്ന പോലെയാണ്. അതെ, ദുര്യോധന ഇത്ര പിഴച്ചു പോകരുതേ, നിന്റെ കൂട്ടത്തിലും നല്ലവരുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്ന പോലെയാണ്.